ഹായ് ഫ്രണ്ട്സ്, സെൽഫ് ലവ് ചാലഞ്ചിന്റെ 3-ാം ദിവസത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ഇന്ന് നമ്മുടെ സെൽഫ് ടോക്കിനെ എങ്ങനെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്സ് എല്ലാം മാറ്റി വിജയത്തിലേക്ക് കുതിക്കാനുള്ള ഒരു വഴിയാണ് സെൽഫ് ലവ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് റിസൾട്ട് വേണ്ടവര് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മൾക്ക് തന്നെ കൊടുക്കുന്ന മെസ്സേജുകൾ, നെഗറ്റീവ് ആയിട്ടുള്ള മെസ്സേജുകൾ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നാണ്. അതായത് നമ്മുടെ പാസ്റ്റിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഈ പ്രസന്റ് മൊമെന്റിൽ നമുക്ക് എങ്ങനെ ജീവിക്കാം, എങ്ങനെ നമ്മൾ പ്രസന്റിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കാം എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ ഈ ദിവസങ്ങളെല്ലാം മിറർ വർക്ക് ചെയ്തവരാണ്, ഈ 2 ദിവസവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിട്ടുള്ളത് നിങ്ങളുടെ മിറർ ആയിരിക്കും. ആണോ അല്ലയോ? ചെയ്തിട്ടുള്ളവർക്ക് ഉറപ്പായിട്ട് ആ മിറർ ആയിരിക്കും ഇപ്പൊ കൂട്ട്. നമ്മൾ ഓരോ ദിവസവും മിറർ വർക്ക് ചെയ്തു പോകുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ വളരെ ആഴത്തില് ഒരു സ്നേഹബന്ധത്തിലാവുമ്പോ ഒറ്റയടിക്ക് നമുക്ക് പെട്ടെന്ന് കൂട്ടാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ 4 നേരം കഴിക്കുന്ന ഭക്ഷണം ഒറ്റ നേരത്തേക്ക് ഒറ്റയടിക്ക് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെയുള്ള സ്നേഹത്തില് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. നമ്മൾ കുറച്ചുകൂടെ ഇപ്പൊ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ നമ്മളെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മിറർ വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് വരും. നമുക്ക് പോസിറ്റീവ് അഫർമേഷൻസ് കണ്ണാടി നോക്കി പറയാൻ വളരെയധികം ഈസി ആയിട്ട് തോന്നും. അതുപോലെ തന്നെ ആ അഫർമേഷൻസ് സത്യമാണ്, അത് എനിക്ക് അനുഭവിക്കാൻ അർഹതയുണ്ട്, ഇത് സത്യമാണ്, ഇതെന്റെ ജീവിതത്തിൽ സത്യമായി ഭാവിക്കുന്നു, ഈ ഒരു വിശ്വാസം നമ്മളിലേക്ക് വരും. പോസിറ്റീവ് അഫർമേഷൻസിനെ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ ഉള്ളിലുള്ള, നിങ്ങളുടെ പാസ്റ്റിലുള്ള നിങ്ങളുടെ നെഗറ്റീവ് മെസ്സേജസിനെ എല്ലാം നിങ്ങൾക്ക് മാറ്റിക്കളയാൻ പറ്റണം. അതിനെല്ലാം മായ്ച്ച് റിലീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ പറ്റണം. അതുകൊണ്ട് ഇന്ന് നമ്മള് നമ്മുടെ സെൽഫ് ടോക്ക് എന്താണെന്ന് മോണിറ്റർ ചെയ്തിട്ട് അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് പഠിക്കുന്നത്. കുഞ്ഞുനാളില് നമ്മുടെ പാരന്റ്സ്, നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ മുതിർന്നവരെ ഗ്രാൻഡ് പേയോ ഒക്കെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടാവും. എന്താ പറയാ, നിങ്ങള് കൊച്ചുകുട്ടികളെ പോലെ കരയുന്നൊന്നും നിർത്തിക്ക്, വലിയതായില്ലേ, നാണാവുന്നില്ലേ നിനക്ക് ഇങ്ങനെ നിന്ന് കരയാനായിട്ട്, നീ നിന്റെ റൂം വൃത്തിയാക്കിയോ, നിന്റെ ബെഡ് വിരിച്ചിട്ടോ, നിന്റെ ഹോംവർക്ക് ചെയ്തോ, ബാഗ് കൊണ്ടുവച്ചോ, റൂം നീറ്റ് ആയിട്ടാണോ സൂക്ഷിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു ലോഡ് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഇതൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ സ്നേഹിക്കപ്പെടാനുള്ള അർഹത എന്നാണ് നമ്മൾ കരുതി വെച്ചിട്ടുണ്ടാവുക നമ്മുടെ കുഞ്ഞുനാളില്. അപ്പൊ നമ്മൾ എന്താ വിചാരിച്ചിട്ടുണ്ടാവുക, നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, നമ്മളെ സ്നേഹിക്കണമെങ്കിൽ അവിടെ എല്ലാം ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന, നമ്മളുടെ കുഞ്ഞുനാളിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജുകളാണ് നമ്മുടെ സെൽഫ് ടോക്കിലും സംസാരിക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. നമ്മൾ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി കെട്ടുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ താഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. മറ്റുള്ളവര് നമ്മളെങ്ങനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടേയിരിക്കും. അതേസമയം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുകയും നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ അത്ഭുതകരവും വളരെ സന്തോഷം നിറഞ്ഞതുമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ മാറും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വളരെ ഈസി ആയിട്ട് ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ജീവിതം വളരെയധികം ദുരിതപൂർണമാണ്, അല്ലെങ്കിൽ ഒട്ടും സന്തോഷമില്ലാത്തതാണ്, ദുഃഖം നിറഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ പാരന്റ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തില് പണ്ട് ദുഃഖം കൊണ്ടു തന്നവരെ നിങ്ങൾക്ക് ബ്ലെയിം ചെയ്യാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ പലരും ദൈവത്തെ പഴിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ബ്ലെയിം ചെയ്തതുകൊണ്ട് നമ്മുടെ സിറ്റുവേഷൻ മാറും? ഒരിക്കലും ഇല്ല. നമ്മളിങ്ങനെ നമ്മുടെ സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിട്ട് തന്നെ നിൽക്കും. നമ്മുടെ പ്രോബ്ലംസും ഫ്രസ്ട്രേഷൻസും അവിടെ തന്നെ ഉണ്ടാവും, നമ്മുടെ ജീവിതം സ്റ്റക്ക് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ബ്ലെയിം ചെയ്തതുകൊണ്ട് നമുക്ക് ഫ്രീഡം കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, നിങ്ങളുടെ ചിന്തകൾക്ക് ശക്തിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വേർഡ്സ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന വേർഡ്സിനെ നിങ്ങൾ വളരെയധികം
ബോധപൂർവം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ നെഗറ്റീവ് ലിമിറ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും മാറില്ല. അപ്പൊ നിങ്ങളുടെ ലിമിറ്റിംഗ് വേർഡ്സിനെ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സിനെ, ലിമിറ്റിംഗ് ബിലീഫ്സിനെ മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോ നിങ്ങളൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കേട്ടു എന്ന് വിചാരിക്കുക. നിങ്ങളത് എല്ലാവരോടും പോയി പറയുന്നത് നിർത്തുക. എന്തായാലും അത് സംഭവിച്ചു, അത് കഴിഞ്ഞു. നിങ്ങളത് കേട്ടു, അതിനെ വിട്ടേക്കുക. അതേസമയം നിങ്ങളൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടതെങ്കിൽ അത് എല്ലാവരോടും പറയുക. അപ്പൊ നിങ്ങൾ പുറത്തിറങ്ങുമ്പോ മറ്റുള്ളവർ എങ്ങനെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ പലപ്പോഴും നോട്ടീസ് ചെയ്യുക അല്ലെ. അപ്പൊ പലരും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളിത് നിർബന്ധമായിട്ടും കേൾക്കണം, നിർബന്ധമായിട്ടും ചെയ്യണം. അങ്ങനെയുള്ള ആളുകൾ മറ്റുള്ളവരെ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, നിങ്ങൾ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാറേണ്ട സമയമായി. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ ഭയങ്കര ഭയങ്കര ഹാർഡായിട്ട്, റിജിഡ് ആയിട്ടായിരിക്കും പോവുക. നമ്മളൊന്ന് ഫ്ലെക്സിബിൾ ആയി കൊടുക്കണം. നമ്മുടെ വേർഡിനെ ഒന്ന് മാറ്റി പിടിക്കണം. നിർബന്ധമായിട്ടെന്നുള്ള വേർഡ് മാറ്റുക. അപ്പൊ നമ്മുടെ മിറർ വർക്കിൽ പോസിറ്റീവ് സെൽഫ് ടോക്ക് യൂസ് ചെയ്യുക. നമ്മളെ കുറിച്ചുള്ള പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സും പോസിറ്റീവ് അഫർമേഷൻസും മാത്രമാണ് മിറർ വർക്കിൽ യൂസ് ചെയ്യുക. നമ്മൾ പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡിലുള്ള നെഗറ്റീവ്സ് ഒക്കെ അറിയാണ്ട് പുറത്തു വരാൻ തുടങ്ങും. ചിലപ്പോ ചിലപ്പോ നമ്മളോട് കുഞ്ഞു പറയണ്ടാവും, ഇനി ഒരിക്കലും ഒരു കാര്യവും ശരിയായിട്ട് ചെയ്തിട്ടില്ല, ഒന്നും ശരിയായിട്ട് ചെയ്യാൻ നിനക്ക് അറിയില്ല. ഇങ്ങനെയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെയുള്ള കേട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ തടയുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക് ആക്കി മാറ്റേണ്ടത്? ഐ എം എ കേപ്പബിൾ പേഴ്സൺ, അതായത് ഞാൻ ഒരു കഴിവുള്ള വ്യക്തിയാണ്, എനിക്ക് എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട്, എന്റെ ജീവിതത്തിൽ എന്റെ മുന്നിലേക്ക് എന്ത് വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ മറ്റുള്ളവര് പറയുന്നതിനാണോ വില കൊടുക്കേണ്ടത്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന തോട്ട്സിനാണോ വില കൊടുക്കേണ്ടത്? നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താന്നുള്ളത്. പലപ്പോഴും അത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ ഉള്ളില് ഇമ്മൻസ് പൊട്ടൻഷ്യൽ കിടപ്പുണ്ട്. അത് റിയലൈസ് ചെയ്യാതെ മറ്റുള്ളവര് പറയുന്നത് കേട്ട് നമ്മൾ പൊട്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തില്. നമ്മൾ മിറർ വർക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് അഫർമേഷൻസ് പറയുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കുക, അത് നടപ്പിൽ വരുത്തുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. അതായത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെ നമ്മൾ പോസിറ്റീവാക്കി സ്റ്റേറ്റ് ചെയ്യുക. അതായത് എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല എന്നുള്ള ഒരാളാണെങ്കിൽ എനിക്കെല്ലാം ചെയ്യാൻ അറിയാം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമുക്ക് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് മാറ്റി നമ്മൾ പറയുമ്പോൾ, ഒരു 100 പ്രാവശ്യം നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ചുറ്റും അത് ചെയ്യാനുള്ള വഴികളും തെളിഞ്ഞു വരും. അപ്പൊ ഇന്നത്തെ എക്സസൈസിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ റൂമിലുള്ളതോ ബാത്റൂമിലുള്ളതായ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക. പോക്കറ്റ് മിറർ ഉള്ളവരാണെങ്കിൽ ആ മിറർ യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുക. എന്നിട്ട് പറയണം, ഐ റിലീസ് ഓൾ ദ നെഗറ്റീവ് മെസ്സേജസ് ഫ്രം ദ പാസ്റ്റ്. I live in the present moment. Whatever I say to myself, I will say it with love. എന്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാലത്തിലുള്ള എല്ലാ നെഗറ്റീവ് മെസ്സേജസിനെയും ഞാൻ റിലീസ് ചെയ്യാണ്. ഞാനിപ്പോ ഈ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുകയാണ്. ഈ കണ്ണാടിയിൽ നോക്കി ഞാൻ എന്തെല്ലാം എന്നോട് പറയുന്നുണ്ടോ അതെല്ലാം ഇനി സ്നേഹത്തോടെ മാത്രമേ പറയുകയുള്ളൂ. ഈ കണ്ണാടിയിൽ നോക്കി ഞാൻ എന്തെല്ലാം എന്നോട് പറയുന്നുണ്ടോ അതെല്ലാം ഇനി സ്നേഹത്തോടെ മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അപ്പൊ ഇന്നത്തെ അഫർമേഷൻസ് ഇത്രയാണ്, നമ്മൾ പറയേണ്ട അഫർമേഷൻസ് ഇത്രയാണ്. എന്റെ പാസ്റ്റിലുള്ള, എന്റെ പഴയ കാലത്തുള്ള എല്ലാ നെഗറ്റീവ് മെസ്സേജസിനെയും ഞാൻ റിലീസ് ചെയ്യുന്നു. ഞാനിപ്പോ എന്റെ പ്രസന്റ് മൊമെന്റിലാണ് ജീവിക്കുന്നത്. ഈ കണ്ണാടിയിൽ നോക്കി ഞാൻ എന്തെല്ലാം എന്നോട് പറയുന്നുണ്ടോ അതെല്ലാം ഇനി സ്നേഹത്തോടെ മാത്രമേ പറയുകയുള്ളൂ. ഈ കണ്ണാടിയിൽ നോക്കി ഞാൻ എന്തെല്ലാം എന്നോട് പറയുന്നുണ്ടോ അതെല്ലാം ഇനി സ്നേഹത്തോടെ മാത്രമേ ഞാൻ പറയുകയുള്ളൂ. നിങ്ങൾ പഴയതുപോലെ തന്നെ ഡീപ് ബ്രെത്ത് എടുക്കുക.
വീണ്ടും ഈ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പലർക്കും തോന്നും ഇതെന്ത് മണ്ടത്തിലാണ് ഇവരെ ഇരുന്ന് വിളിച്ചു പറയുന്നതെന്ന്. പക്ഷെ നിങ്ങൾ റിയലി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കൂ. എഴുതി വെച്ചതിന് ശേഷം വീണ്ടും പറയൂ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഐ റിലീസ് ഓൾ ദ നെഗറ്റീവ് മെസ്സേജസ് ഫ്രം ദ പാസ്റ്റ്. ഐ ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. വാട്ടെവർ ഐ സേ ടു മൈസെൽഫ് ഐ വിൽ സേ ഇറ്റ് വിത്ത് ലവ്. എന്റെ ഉള്ളിലുള്ള പഴയ എല്ലാ നെഗറ്റീവ് മെസ്സേജസിനെയും ഞാൻ ഈ നിമിഷം റിലീസ് ചെയ്യുകയാണ്. ഞാൻ ഈ പ്രസന്റ് മൊമെന്റില് ജീവിക്കുകയാണ്. ഈ കണ്ണാടിയിൽ നോക്കി ഞാൻ എന്തെല്ലാം എന്നോട് പറയുന്നുണ്ടോ അതെല്ലാം ഇനി സ്നേഹത്തോടെ മാത്രമേ പറയുകയുള്ളൂ. ഈ കണ്ണാടിയിൽ നോക്കി ഞാൻ എന്തെല്ലാം എന്നോട് പറയുന്നുണ്ടോ അതെല്ലാം ഇനി സ്നേഹത്തോടെ മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ഇത് 2-3 വട്ടം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് അഫർമേഷൻസ് പറയേണ്ടതുണ്ട്. കാരണം പലരും നമ്മൾ കുഞ്ഞായിരുന്നു അപ്പൊ നമ്മളോട് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും, നീ ഒരു മണ്ടനാണ്, നിന്നെ ഒന്നിനും കൊള്ളില്ല, നിന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല. ഇങ്ങനെയെല്ലാം പലപ്പോഴും നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും തോട്ട്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അപ്പോ തന്നെ നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കി പറയാൻ പഠിക്കണം. ഐ എം സ്മാർട്ട്, ഞാൻ വളരെ സ്മാർട്ടാണ്. ഐ എം മോർ ഇന്റലിജന്റ് ദാൻ ഐ റിയലൈസ്, ഞാൻ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമാനാണ് അല്ലെങ്കിൽ ബുദ്ധിമതിയാണ്. ഐ എം എ ജീനിയസ്, ഞാനൊരു ജീനിയസ് ആണ്, എനിക്ക് ഒരുപാട് ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട്, എനിക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹതയുണ്ട്. ഇങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ്, നമുക്ക് നെഗറ്റീവ് തോട്ട്സ് എന്താണോ വരുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ അപ്പൊ തന്നെ ഫോം ചെയ്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ ഞാൻ കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസ് എല്ലാം പറഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ എന്താണോ നെഗറ്റീവ് തോട്ട് വരുന്നത് അതിന് ഓപ്പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻ ആയിരിക്കണം നിങ്ങൾ പറയേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും വേറെ നെഗറ്റീവ്സ് ഒന്നും വന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള ഏതെങ്കിലും 1, 2, 3 അഫർമേഷൻസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇന്ന് പറയുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം പറഞ്ഞ അഫർമേഷൻസ് കൂടാതെ ഇതിനകത്ത് നിന്നും 1-2 അഫർമേഷൻസ് കൂടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മിറർ വർക്ക് കണ്ടിന്യൂ ചെയ്യുക. അതിരാവിലെ നമ്മൾ കണ്ണാടിയിൽ നോക്കി പറയുന്നത് കൂടാതെ നിങ്ങൾ എപ്പോഴെല്ലാം നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിഫ്ലക്ഷൻസ് കാണുന്നുണ്ടോ, അതല്ല നിങ്ങൾ പോക്കറ്റ് മിറർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴെല്ലാം നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നുണ്ട് അപ്പോഴെല്ലാം പോക്കറ്റിൽ നിന്ന് മിറർ എടുത്തിട്ട് ഈ അഫർമേഷൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുക. ഡീപ് ബ്രെത്ത് എടുക്കാൻ മറക്കരുത്. ഒന്ന് റിലാക്സ്ഡ് ആവുക, അതിനുശേഷം അഫർമേഷൻസ് പറയുക, വീണ്ടും റിലാക്സ്ഡ് ആവുക, വീണ്ടും അഫർമേഷൻസ് പറയുക. അങ്ങനെ ബ്രെത്ത് എടുക്കുക, പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ട് അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ഇന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഇന്ന് ആരെ പറ്റിയെങ്കിലും നെഗറ്റീവ് സ്റ്റോറി കേട്ടോ, ആ നെഗറ്റീവ് സ്റ്റോറി നിങ്ങൾ മറ്റാരോടെങ്കിലും പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു പോസിറ്റീവ് സ്റ്റോറി കണ്ടുവെക്കുക. നിങ്ങൾ ആരെക്കുറിച്ചാണോ നെഗറ്റീവ് പറഞ്ഞത് അവരെ കുറിച്ച് ഒരു പോസിറ്റീവ് സ്റ്റോറി കണ്ടുവെക്കുക. അത് നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞ എല്ലാവരുടെ അടുത്തും പോയിട്ട് ആ പോസിറ്റീവ് സ്റ്റോറി പറയാൻ ശ്രമിക്കുക. ഇനി മറ്റാരുടെയെങ്കിലും നെഗറ്റീവ് ആണ് കേട്ടത് നിങ്ങൾ പറഞ്ഞതെങ്കിൽ, നിങ്ങൾ കേട്ടതാണ് പറഞ്ഞതെങ്കിൽ, എന്തെങ്കിലും ഒരു അപകടമോ കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ വേറെ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ അവരോട് പറയാൻ കരുതി വെക്കുക, കണ്ടുവെക്കുക. എന്നിട്ട് അവരോട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. നിർബന്ധമായും ഇത് ചെയ്തിരിക്കണം എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവിടെ എഴുതി വെക്കുക. ഈ നിർബന്ധമായിട്ടും ചെയ്യണം, യു ഷുഡ് എന്നുള്ള ഒരു വേർഡിന് പകരം നമ്മൾ മാറ്റിപ്പിടിക്കണം. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യണം, പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. അതായത് നമ്മൾ കുഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ഷുഡ് എന്ന് മാറ്റിയിട്ട് നമ്മൾ കുഡ് യൂസ് ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ കുറെ പോസിറ്റീവ് അഫർമേഷൻസ് പറയാൻ പഠിച്ചു. അപ്പൊ ആ പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏരിയകളിലുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താണെങ്കിലും കണ്ടുപിടിക്കാം. അതെല്ലാം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തന്നെ ഫോർമുലേറ്റ് ചെയ്യാം. വീഡിയോയിൽ കേട്ടതാണെങ്കിൽ അത് എഴുതിയെടുക്കാം. അത് എഴുതിയിട്ട് നിങ്ങൾ ഏത് മിററാണോ നോക്കുന്നത് ആ മിററിന്റെ അവിടെ നിങ്ങൾ ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾ മിറർ കാണുമ്പോഴെല്ലാം ഈ അഫർമേഷൻസ് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അപ്പൊ നമ്മള് എപ്പോഴും നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് തന്നെ പലപ്പോഴും ഹാർഡായിട്ട് പെരുമാറിയിരുന്നവരാണെങ്കിൽ നമ്മൾ ആലോചിക്കാം, നമുക്ക് എപ്പോഴും ഒരു ചോയ്സ് ഉണ്ട്. നമുക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്യണം,
നമുക്ക് എല്ലാം ഇത് നിർബന്ധമാണ് എന്നുള്ളൊരു റൂള് എവിടെയും ഇല്ല. നമ്മൾക്ക് ചോയ്സുകളുണ്ട്. പലപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോയ്സ് കിട്ടാറുണ്ടല്ലേ, നമുക്ക് പലപ്പോഴും ഓപ്ഷൻസ് കിട്ടാറുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഒരുപാട് ചോയ്സുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇത് നിർബന്ധമായിട്ടും ചെയ്താൽ മാത്രമാണ് എനിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ, ഇത് നിർബന്ധമാണ് എന്നുള്ളതില്ല. നിങ്ങൾക്ക് പല ചോയ്സുകൾ നിങ്ങളുടെ മുമ്പിൽ വരും വിജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ചോയ്സ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം ശുദ്ധി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ എപ്പോഴും നിങ്ങളെ ഫ്രീഡം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം അലോ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് പറയാ ഐ ഓൾവേസ് ഹാവ് എ ചോയ്സ്. ആ ഒരു അഫർമേഷൻ അങ്ങനെ നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാർ പറയാ ഐ ഓൾവേസ് ഹാവ് എ ചോയ്സ്. എനിക്ക് എപ്പോഴും ഒരു ചോയ്സ് ഉണ്ട്, എന്ത് വേണമെന്ന് എനിക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ചോയ്സ് എനിക്കുണ്ട്. ഐ ഓൾവേസ് ഹാവ് എ ചോയ്സ്. ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് ഇത്രയും ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ, ലവ് യു ഓൾ.